أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. كل نفس بما كسبت رهينة إلا أصحاب اليمين في جنات يتساءلون عن المجرمين ما سلككم في سقر قالوا لم نك من المصلين ولم نك نطعم المسكين وكنا نخوض مع الخائضين وكنا نكذب بيوم الدين حتى أتانا اليقين فما تنفعهم شفاعة الشافعين. صدق الله العظيم. പ്രിയപ്പെട്ടവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തുൽ മുദ്ദസിറിലെ 38 മുതൽ 48 കൂടിയ ആയത്തുകളാണ് ഓതി വെച്ചത്. അർത്ഥം ശ്രദ്ധിക്കുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കുല്ലു നഫ്സിൻ ബിമാ കസബത് റഹീന. കുല്ലു നഫ്സിൻ, എല്ലാ മനുഷ്യരും, എല്ലാവരും, ബിമാ കസബത്, അവർ പ്രവർത്തിച്ചതിന് അല്ലെങ്കിൽ അവർ സമ്പാദിച്ചതിന്, റഹീന, പണയപ്പെടുത്തിയ അവസ്ഥയിലാണ്. കുല്ലു നഫ്സിൻ ബിമാ കസബത് റഹീന, ഓരോരുത്തരും അവർ സമ്പാദിച്ചതിന് ആയ അവസ്ഥയിലാണ്, പണയമാകുന്നു. ഇല്ലാ അസ്ഹാബൽ യമീൻ, അസ്ഹാബുൽ യമീൻ ഒഴിച്ച്, വലതുപക്ഷക്കാരൊഴിച്ച്. ഇല്ലാ അസ്ഹാബൽ യമീൻ, വലത് പക്ഷക്കാരൊഴിച്ച്. ഫീ ജന്നാത്തിൻ, അവർ സ്വർഗപ്പൂന്തോപ്പുകളിലായിരിക്കും. യതസാഅലൂൻ, അവർ പരസ്പരം അന്വേഷിച്ചു കൊണ്ടിരിക്കും, അല്ലെങ്കിൽ അവർ പരസ്പരം ചോദിക്കുകയും പറയുകയും ചെയ്തുകൊണ്ടിരിക്കും. അനിൽ മുജ്രിമീൻ, പാപികളായ, കുറ്റവാളികളായ ആളുകളെ സംബന്ധിച്ച് അവർ അന്വേഷിച്ചു കൊണ്ടേയിരിക്കും. മാ സലക്കക്കും, എന്താണ് നിങ്ങളെ പ്രവേശിപ്പിച്ചത്? ഫി സഖർ, ഈ നരകത്തിൽ, ഈ സഖർ എന്ന് പറയുന്ന ഈ നരകത്തിൽ നിങ്ങളെ പ്രവേശിപ്പിച്ചത് എന്താണ്? ഖാലു, അപ്പോൾ അവർ പറയും, ലം നകു മിനൽ മുസല്ലീൻ, ഞങ്ങൾ നമസ്കരിക്കുന്നവരായിരുന്നില്ല, ഞങ്ങൾ നമസ്കാരക്കാരായിരുന്നില്ല എന്നവർ പറയും. വലം നകു നുത്ഇമുൽ മിസ്കീൻ, ഞങ്ങൾ അഗതികളെ ആഹാരം നൽകുകയും ചെയ്തിരുന്നില്ല, ഞങ്ങൾ അഗതികൾക്ക് ആഹാരം നൽകുകയും ചെയ്തിരുന്നില്ല. വകുന്ന നഖൂദു, ഞങ്ങൾ വിലസുകയായിരുന്നു, മഅൽ ഖായിളീൻ, ഏറ്റവും താന്തോന്നികളായ ആളുകളുടെ കൂട്ടത്തിൽ, താന്തോന്നിത്തം നടത്തുകയായിരുന്നു, വിലസി നടക്കുകയായിരുന്നു. വകുന്ന നുകദ്ദിബു, ഞങ്ങൾ കളവാക്കുകയായിരുന്നു, ബിയൗമിദ്ദീൻ, പ്രതിഫലം നൽകുന്ന ദിവസത്തെ സംബന്ധിച്ച്. ഞങ്ങൾ പ്രതിഫലം നൽകുന്ന ദിവസത്തെക്കുറിച്ച് കളവാക്കുകയും ചെയ്യുകയായിരുന്നു. ഹത്ത അത്താന, അങ്ങനെ ഞങ്ങളിതാ എത്തിയിരിക്കുന്നു, അൽ യഖീൻ, ഈ സത്യത്തിലേക്ക്, അഥവാ ഞങ്ങൾക്ക് സത്യമിതാ ബോധ്യപ്പെട്ടിരിക്കുന്നു. ഹത്ത അത്താൻ അൽ യഖീൻ, ഞങ്ങൾക്ക് സത്യമിതാ വന്നെത്തിയിരിക്കുന്നു, സത്യം ഞങ്ങൾക്ക് ബോധ്യമായിരിക്കുന്നു. ഫമാ തൻഫഉഹും, അവർക്ക് ഉപകാരപ്പെടുകയില്ല, ശഫാഅത്തു ശാഫിഈൻ, ശുപാർശകരുടെ ശുപാർശ. വമാ തൻഫഉഹും ശഫാഅത്തു ശാഫിഈൻ, അവർക്ക് ശുപാർശകരുടെ ശുപാർശ ഒരിക്കലും തന്നെ
അവർക്ക് ഉപകാരപ്പെടുകയില്ല. നേരത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, നിങ്ങളിൽ ആർക്കാണോ മുന്നോട്ട് വരാൻ അഥവാ സത്യം ഗ്രഹിച്ച് സൽവഴിയിലേക്ക് മുന്നേറാൻ ആർക്കാണോ ഉദ്ദേശമുള്ളത് അവരങ്ങനെ ചെയ്യട്ടെ. അതല്ല, പിറകോട്ട് പോകാനാണ്, എല്ലാം വലിച്ചെറിഞ്ഞ് എല്ലാറ്റിനെയും നിരസിച്ച് പുറത്തോട്ട് പോകാനാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെയും പോയിക്കോളൂ. അള്ളാഹു ആരെയും നിർബന്ധിക്കുന്നില്ല. ലാ ഇക്റാഹ ഫിദ്ദീൻ, ദീനിലൊരു നിർബന്ധവുമില്ല. എന്നിട്ട് പറയുന്നു, കുല്ലു നഫ്സിൻ ബിമാ കസബത്ത് റഹീന, ഓരോ ആത്മാവും ഓരോ മനുഷ്യനും അവൻ്റെ സമ്പാദ്യത്തിന് പണയപ്പെടുത്തപ്പെട്ടതാണ്. നമ്മൾ ഓരോ മനുഷ്യനും അവൻ്റെ ആ ശരീരം അള്ളാഹു നൽകിയതാണ്, ഒരു പണയ വസ്തുവാണ്. ആ പണയ വസ്തു എന്ന നിലയിൽ നന്മകൾ കൂടുതൽ വർദ്ധിപ്പിച്ചുകൊണ്ട് ആ നന്മകൾ തുലാസിൽ വെച്ച് തൂക്കി നോക്കുമ്പോൾ അതിൽ തിന്മയേക്കാൾ കൂടുതൽ നന്മയുള്ളതുകൊണ്ട് അവന് സ്വർഗത്തിലേക്ക് കയറാൻ പറ്റും. അതേസമയം തിന്മ മാത്രം ചെയ്തിട്ടുള്ള, തിന്മ കൂടുതൽ ചെയ്തിട്ടുള്ള ആളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് അവിടേക്ക് പറ്റുന്ന ഒരു പ്രവൃത്തിയും അയാളുടെ കയ്യിലില്ല. അപ്പം അയാളെ തന്നെ അയാൾക്ക് കൊടുക്കേണ്ടി വരും. സാധാരണഗതിയിൽ പണയപ്പെടുത്തിയ വസ്തു അത് നമ്മൾ പൈസ കൊടുത്ത് തിരിച്ചെടുക്കുന്നത് പോലെ പൈസ കൊടുക്കുന്നതിന് പകരം അവിടെ പ്രവർത്തനങ്ങളാണ് കൊടുക്കുക. ആ പ്രവർത്തനങ്ങൾ കൊടുക്കാൻ കഴിയാതെ വരുന്ന സമയത്ത് പണയ വസ്തു എന്താ ചെയ്യുക? ഉടമ്പെടുക്കും. ഈ മനുഷ്യൻ അയാളെ തന്നെ ആ നരകത്തിലേക്ക് കൊടുക്കേണ്ടി വരും എന്നർത്ഥം. വേറൊന്നും കൊടുക്കാനില്ലാത്തതാണ്. പക്ഷേ ഇല്ല അസ്ഹാബുൽ യമീൻ, വലതുപക്ഷക്കാരൊഴിച്ചു. വലതുപക്ഷക്കാരെന്ന് പറഞ്ഞാൽ വലത് കയ്യിൽ ഗ്രന്ഥം കിട്ടിയ ആളുകളാണ് എന്നാണ് പറയപ്പെടുന്നത്. അതല്ല, ചെറുപ്രായത്തിൽ മരിച്ചുപോയ വിശ്വാസികളുടെയും അവിശ്വാസികളുടെയും ഒക്കെ മക്കൾ എന്ന് പറഞ്ഞവരുണ്ട്. ഏതായാലും അത്തരം ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏതായാലും നരകത്തിലേക്ക് പോകേണ്ട. അവർ പണയപ്പെടുത്തിയിട്ടില്ല. കുട്ടികളാണെങ്കിൽ പണയപ്പെടുത്തിയിട്ടില്ല. വിശ്വാസികളാണെന്ന് വിചാരിച്ചാൽ അവർക്ക് സാധനങ്ങൾ, അവർ വസ്തുക്കൾ ഇതിനെ കൊണ്ടുവന്നിട്ടുണ്ട്, സൽക്കർമ്മങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതുകൊണ്ട് അവരെ പണയപ്പെടുത്തേണ്ടതില്ല, അവരെ കൊടുക്കേണ്ടതില്ല. ഇല്ല അസ്ഹാബുൽ യമീൻ, വലതുപക്ഷക്കാർ ഒഴിച്ച്. അവർ ഫീ ജന്നാത്തിൻ യതസാഅലൂൻ, അവർ സ്വർഗത്തിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചുകൊണ്ടേയിരിക്കും, പറഞ്ഞുകൊണ്ടിരിക്കും, തിരക്കിക്കൊണ്ടിരിക്കും. അനിൽ മുജ്രിമീൻ, പാപികളെ പറ്റി. നമ്മുടെ ചുറ്റും നമ്മളെ കൂട്ടത്തിൽ നിന്ന് കുറേ ആൾക്കാരുടെ പാപികളായ ആൾക്കാർ അവിടെ ഇവിടെ കാണുന്നില്ലല്ലോ, എവിടെ പോയി? അവർക്കെന്താ സംഭവിച്ചതെന്ന് ചോദിക്കും. എന്താണ് അവരെ ഈ സഖറിൽ, ഈ നരകത്തിൽ പ്രവേശിപ്പിച്ചതെന്ന് അവരോട് തന്നെ ചോദിക്കുമെന്നും അതല്ല അവരെപ്പറ്റി ഇവർ സംസാരിക്കുമെന്നും രണ്ട് ഗ്രൂപ്പത്തിൽ പറയുന്നത്. അവരെ തന്നെ കണ്ടുപിടിച്ചുകൊണ്ട് ഈ ചെറിയ കുട്ടികൾ ചെന്നിട്ട് വളരെ കുട്ടിത്തത്തോടുകൂടി അവർ ചോദിക്കും, നിങ്ങളെന്താ നരകത്തിൽ വരാനുള്ള കാരണം? ഞങ്ങളുടെ കൂട്ടത്തിലൊക്കെ വലിയ എടുപ്പൊക്കെ ഉള്ള ആൾക്കാരായിരുന്നല്ലോ നിങ്ങൾക്ക് എന്ത് പറ്റി? അപ്പോൾ അവർ പറയേണ്ടി വരും, ലംനക മിനൽ മുസല്ലീൻ, ഞങ്ങൾ നിസ്കരിച്ചിരുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് നമ്മൾ ചെയ്തു കൊടുക്കേണ്ടത് നമസ്കാരമാണ്, അത് ഞങ്ങൾ ചെയ്തില്ല. അതേപോലെ അഗതിക്കുള്ള ആഹാരം ഞങ്ങൾ കൊടുത്തില്ല. അഗതിക്ക് ആഹാരത്തിന് നമ്മൾ പ്രേരിപ്പിച്ചതുമില്ല, നമ്മൾ അവർക്ക് നൽകിയതുമില്ല. അതേപോലെ ഞങ്ങൾ ദുർമാർഗികളായ ആളുകളുടെ കൂട്ടത്തിൽ, താന്തോന്നികളായ ആളുകളുടെ കൂട്ടത്തിൽ, തെമ്മാടികളായ ആളുകളുടെ കൂട്ടത്തിൽ ആ താന്തോന്നിത്വം ചെയ്തുകൊണ്ട് അങ്ങനെ അങ്ങ് പോയി. ഒരു നന്മയും ഞങ്ങളിൽ ബാക്കിയില്ല എന്ന് മാത്രമല്ല, തിന്മ ഒരുപാടുണ്ടായി. അതേപോലെ തന്നെ വകുന്നാനുക്കദിബു യൗമദ്ദീൻ, പ്രതിഫലം നൽകുന്ന ദിവസം ഉണ്ടല്ലോ, വകുന്നാനുക്കദിബു ബിയൗമിദ്ദീൻ, പ്രതിഫലം നൽകുന്ന ഈ ദിവസത്തെ ഇങ്ങനെ ഒരു ദിവസമല്ല എന്ന് ഞങ്ങൾ പറഞ്ഞു, തള്ളി, അതിനെ കളവാക്കി, അങ്ങനെ ഒരു സംഭവമില്ല എന്ന് ഞങ്ങൾ പറയുകയും ചെയ്തു. പക്ഷേ ഇപ്പോഴിതാ ഞങ്ങൾ ഈ നരകത്തിൽ വന്ന് ഞങ്ങൾക്ക് ബോധ്യം വന്നിരിക്കുന്നു. ഈ നരകം ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു, ഞങ്ങളിതാ ഈ നരകത്തിൻ്റെ അവകാശികളായിരിക്കുന്നു എന്നീ ആളുകൾ അവരുടെ അവസ്ഥയെ സംബന്ധിച്ച് പറയും, അല്ലെങ്കിൽ അവർക്ക് വ്യക്തമാക്കി കൊടുക്കും. ആ സമയത്ത് തംഫഉഹും ശഫാഅത്തു ശാഫിഈൻ, അവർക്ക് വേണ്ടി ആരൊക്കെ ശുപാർശ പറഞ്ഞാലും ശരി, ആ ഒരു ശുപാർശ അവിടെ സ്വീകരിക്കില്ല. അവർക്ക് എന്തൊക്കെ ശുപാർശകൾ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞോ, ഒരു ശുപാർശയും അള്ളാഹു സ്വീകരിക്കില്ല. കാരണം ഇനി ശുപാർശൻ്റെ പ്രശ്നമില്ല, കുറേ അവസരങ്ങൾ അവർക്ക് കൊടുത്തതാണ്, അവർക്ക് ഒരുപാട് സന്ദർഭം നൽകിയതാണ്. ആ സന്ദർഭം ഉപയോഗപ്പെടുത്താതെ
നരകണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട്, വിചാരണ ഉണ്ട് എന്ന് പറയുമ്പോൾ വിചാരണ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇതിനെല്ലാം ധിക്കരിച്ച് നടന്ന ആളുകൾ ഇനി അവരവിടെ എന്തിനാണ് അനുഭാവം? ഇനി അവർക്ക് എന്തിനാണ് ഈ പറഞ്ഞ രൂപത്തിലുള്ള കാര്യങ്ങൾ ശുപാർശ? അഥവാ പറഞ്ഞാൽ തന്നെ ആ ശുപാർശ ഒന്നും അവിടെ വരപ്പോല. ഇത് വല്ലാത്ത ഒരു സംഭവമാണ്. കുല്ലു നഫ്സിൻ ബിമാ കസബത് റഹീന. എല്ലാവരും അവരുടെ ശരീരം തന്നെ അവരുടെ കർമ്മത്തിനനുസരിച്ച് അവരെ മൊത്തം ഒരു പണയപ്പെടുത്തുന്നു. വല്ലാത്തൊരു വാക്കാണ്. നമ്മളിലെങ്ങാനും ഈ പണയ വസ്തു തിരിച്ചെടുക്കാൻ മാത്രമുള്ള വിഭവങ്ങളില്ല എങ്കിൽ വലിയ വലിയ വർത്തനങ്ങളൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, രക്ഷപ്പെട്ടു പോകില്ല. അതുകൊണ്ട് കൂടുതൽ സമ്പാദിക്കുക, കൂടുതൽ പണിയെടുക്കുക. നിങ്ങളുടെ വഴിയിൽ നിന്ന് ഒരു മാലിന്യം അല്ലെങ്കിൽ ഒരു മുള്ള് എടുത്ത് ഒഴിവാക്കുന്നത് പോലും നിങ്ങൾക്ക് പ്രതിഫലമുള്ള കാര്യമാണ്. ഒരാളോട് നിങ്ങൾ ചിരിക്കുന്നു, ആ ചിരി പോലും പുണ്യമുള്ള കാര്യമാണ്. അതുപോലെ നന്മകൾ എന്തൊക്കെ ചെയ്യാൻ പറ്റും? ഒരു അണുമണി തൂക്കം നന്മ ചെയ്താലും അവിടെ കാണും, അണുമണി തൂക്കം തിന്മ ചെയ്താലും കാണും. നന്മകളിൽ മുന്നേറിക്കൊണ്ട് നമ്മളെ പണയവസ്തു എന്ന രൂപത്തിൽ അവിടെ കൊടുക്കേണ്ടി വരാത്ത അവസ്ഥ സൃഷ്ടിക്കാൻ നമ്മൾ മെനക്കെടണം, കൂടുതൽ അധ്വാനിക്കണം. സർവശക്തൻ അനുഗ്രഹിക്കട്ടെ. വാഹൃദാവാൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.